കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള മോര് കാച്ചിയത് കാണാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. അത് കട്ടയില്ലാതെ അടിച്ചെടുക്കണം. മിക്സി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വിസ്ക് യൂസ് ചെയ്തിട്ടോ നമുക്ക് അത് അടിച്ചെടുക്കാം. എന്നിട്ട് അതേ അളവിൽ തൈരെടുത്ത അതേ അളവിൽ തന്നെ വെള്ളവും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഇളക്കി ഒരു ഫ്യൂ സെക്കൻഡ്സ് ഇളക്കുക. അതിനുശേഷം നമ്മളിലുള്ള ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളിവിടെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ദെൻ ഇനി ചേർക്കുന്നത് നമ്മൾ കുഞ്ഞുള്ളിയാണ്, ചെറിയുള്ളിയാണ് നമ്മൾ ചേർക്കുന്നത്. ചെറിയുള്ളി ചേർത്ത് ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കുക. അതായത് ഒരു പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കുക. അതിനുശേഷമാണ് നമ്മൾ വെള്ളം ചേർത്ത് മാറ്റി വെച്ചിട്ടുള്ള തൈര് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ കറിവേപ്പില ഇടാൻ മറന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ദെൻ അതിനുശേഷം തൈരിൻ്റെ പുളിയും കൂടെ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തിള വരുന്നതിന് മുന്നേ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. നമ്മുടെ മോര് കാച്ചിയതോടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ സിമ്പിളും ആണ്, അധികം ടൈമും എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ചിൽഡ്രൻ ബൈ.